പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങളുടെ തീരങ്ങളിലൂടെയുള്ള തീർത്ഥയാത്ര എന്ന ഈ ആത്മീയ ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 4-ാം സങ്കീർത്തനത്തിൻ്റെ 7ഉം 8ഉം വാക്യമാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത്. 4-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായിട്ട് അതിൻ്റെ 3-4 വാക്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് അതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ് 4-ാം സങ്കീർത്തനത്തിലെ. ആ സങ്കീർത്തനത്തിൻ്റെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യം വായിക്കുന്നത്. 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലേ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. 3-ാം സങ്കീർത്തനം നാം പഠിച്ചപ്പോൾ അതിൽ ഞാൻ പറയുകയുണ്ടായല്ലോ, അതൊരു പ്രഭാത സങ്കീർത്തനം എന്നുള്ളതാണ്. കാരണം അതിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, ഞാൻ കിടന്നുറങ്ങി, നീയല്ലേ യഹോവേ എന്നെ താങ്ങിയാൽ ഞാൻ ഉണർന്നു വിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു വിരിക്കുന്നു. എന്നാൽ 4-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഉറങ്ങുന്നതിന് മുമ്പ് വായിക്കുന്ന ഒരു സങ്കീർത്തനം. ഞാൻ ഈ സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഇത് അന്തഃപുരത്തിൽ വെച്ച് എഴുതുന്ന ഒരു സങ്കീർത്തനമാണെന്ന് തോന്നുന്നില്ല. കൊട്ടാരത്തിൽ വെച്ച് എഴുതുന്ന ഒരു സങ്കീർത്തനമാണ് തോന്നുന്നില്ല. ചില കഷ്ടതയിൽ കൂടെ ദാവീദ് യാത്ര ചെയ്യുമ്പോൾ പാടുന്ന പാട്ടാണ്. അതിൻ്റെ അർത്ഥം തനിക്ക് ഇപ്പോൾ കൊട്ടാരത്തിലെ തൻ്റെ അന്തഃപുരത്തിലെ വില കൂടിയ കട്ടിലോ അല്ലെങ്കിൽ പരിചാരങ്ങളുടെ അകമ്പടികളൊന്നുമില്ല. വളരെ ദുർഘടമായ ജീവിത സാഹചര്യം താൻ അനുഭവിക്കുമ്പോഴും സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത് സമാധാനത്തോടെ കിടന്നുറങ്ങും എന്നുള്ളതാണ്. ഇതൊരു സന്ധ്യാ സങ്കീർത്തനം എന്ന് പറയാം. 3-ാം സങ്കീർത്തനം ഞാൻ പറഞ്ഞുവല്ലോ, അതൊരു പ്രഭാത സങ്കീർത്തനമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭക്തൻ ദൈവത്തിന് മുമ്പിൽ നന്ദി പറയുന്ന ഒരു വാചകം, അതിൻ്റെ ഒരു ഗീതത്തിൻ്റെ ഈരടികളുണ്ട്. എന്നാൽ ഇത് കിടന്നുറങ്ങുന്നതിന് മുമ്പ്, ഏത് സാഹചര്യങ്ങളിലൂടെ പോകുമ്പോഴും ഒരു ഭക്തൻ ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പ് പറയുന്നത്, കർത്താവേ, ഞാൻ സമാധാനത്തോടെ ഉറങ്ങുവാൻ പോകുകയാ, നീ എന്നെ നിർഭയം വസിക്കുമാറാക്കും. അതിൻ്റെ അർത്ഥം ഏത് പ്രതികൂലങ്ങൾ വന്നാലും എന്നെ നിർഭയം എന്നെ കാത്തു പരിപാലിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. പലപ്പോഴും പല ആകുലതകളുമായിട്ടാണ് നാം കിടക്കയിലേക്ക് പോകുന്നത്. നാളെയെപ്പറ്റിയുള്ള ആകുലതകൾ പലപ്പോഴും രാത്രിയിലെ ഉറക്കത്തെ പോലും നമ്മുടെ ജീവിതത്തിൽ ബാധിക്കാറുണ്ട്. നാളെ എനിക്ക് എന്തായി തീരും, എൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും, നാളെ നാം നേരിടുവാൻ പോകുന്ന പല വിഷയങ്ങളും നാം കിടക്കുവാൻ പോകുന്ന രാത്രികളിൽ നമുക്ക് ഭീതി ഉണ്ടാക്കുന്നതാണ്. അതിനെ നേരിടുവാൻ പലപ്പോഴും കഴിയാതെ ഉറക്കം ഇല്ലാത്ത രാത്രികളുണ്ട്. പലരും കട്ടിലിൽ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ ആകുലതയാണ് അവരുടെ മനസ്സിൽ. പലരും ഈ ഉറക്കഗുളികയിൽ പോലും മരുന്നിൽ പോലും ആശ്രയിക്കുന്നു നല്ലൊരു ഉറക്കം കിട്ടുവാൻ. എന്നാൽ ഭക്തൻ പറയുന്നു, സമാധാനത്തോടെ ഉറങ്ങുവാൻ ഞാൻ പോകുന്നു എന്നുള്ളതാണ്. ദാവീദിനോട് നാം ചോദിക്കുകയാണ്, ദാവീദേ, നീ സമാധാനത്തോടെ ഉറങ്ങുവാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ദാവീദ് അതിന് മറുപടി തൊട്ട് മുമ്പിലുള്ള വാക്യം, അതായത് 7-ാമത്തെ വാക്യത്തിലാണ് അത് പറയുന്നത്. 7-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. അപ്പോൾ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് ധാന്യവും വീഞ്ഞും തൻ്റെ വിളകൾ വർദ്ധിക്കുമ്പോൾ അവനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അവൻ്റെ പ്രയത്നത്തിൻ്റെ ഫലം കിട്ടിയതിൻ്റെ സന്തോഷം, അവനൊരാദായം കിട്ടിയതിൻ്റെ സന്തോഷം. അപ്പോൾ ഇതിൽ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് അവൻ്റെ സന്തോഷത്തിൻ്റെ മൂല കാരണമെന്ന് പറയുന്നത് അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. ഈ ലോകത്തിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ഒരു പക്ഷെങ്കിൽ നമുക്ക് സമ്പത്തായിരിക്കാം, അല്ലെങ്കിൽ സുന്ദരിയായ ഭാര്യ, സുന്ദരനായ ഭർത്താവ്, സുരക്ഷിതമായ ജോലി, സമ്പന്നത ഒക്കെ കാണാം. എന്നാൽ അതൊക്കെ താൽക്കാലികമാണ്. ഈ ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും താൽക്കാലികമാണ്.
അതൊരിക്കലും സ്ഥായിയായി നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ അത് ഉണ്ടാകുമ്പോൾ, അത് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെക്കാൾ അധികം ദൈവം നമുക്ക് നൽകി തരുന്ന സന്തോഷമാണെന്നാണ് ദാവീദ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഭൗമിക ലോകത്തിൽ നമ്മെ സന്തോഷിപ്പിക്കുന്നതൊക്കെ താൽക്കാലികമാണ്, അത് നശിച്ചു പോകുന്നതാണ്. ഏത് സന്തോഷത്തിൻ്റെ ആയുസ് താൽക്കാലികമാണ്. ഊതി വീർപ്പിക്കുന്ന ബലൂൺ പോലെയുള്ളൂ ഈ ഭൗമിക സന്തോഷം എന്ന് പറയുന്നത്. എന്നാൽ ഈ സ്വർഗീയമായ സന്തോഷം, ദൈവം തരുന്ന സന്തോഷത്തിൻ്റെ ആഴം വലുതാണ്. അതെങ്ങനെ നമുക്ക് പ്രാപിക്കുവാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളുടെ ചിന്തകളെയും നോട്ടങ്ങളെയും നാം ഒന്ന് മാറ്റി ചിന്തിച്ചാലും മാറി നോക്കിയാലും നമുക്ക് ആ സന്തോഷം കാണുവാനായിട്ട് സാധിക്കും. അത് നാം ചില കാര്യങ്ങളെ പറ്റിയുള്ള നമ്മുടെ ധാരണകളിൽ മാറ്റമുണ്ടാകുക എന്നുള്ളതാണ്. എന്താണ് ആ ധാരണ? അതായത്, ഈ ലോകത്തിൽ നാം നേടുന്നതൊന്നും ദൈവത്തിന് പകരമാകുകയില്ല എന്നുള്ള ഒരു ചിന്ത നമ്മിൽ ഉണ്ടായാൽ, അതായത് ഇന്ന് എൻ്റെ കയ്യിലുള്ള ധനമാണെങ്കിലും മാന്യതയാണെങ്കിലും സ്വത്താണെങ്കിലും ഇനിയും എന്തായിക്കൊള്ളട്ടെ, ഇന്ന് എൻ്റെ സന്തോഷത്തിന് കാരണമായി തീരുന്നത് എന്തും ദൈവത്തിന് പകരമാകത്തില്ല എന്നുള്ള ഒരു ചിന്ത നമ്മിൽ ഉണ്ടായാൽ നിശ്ചയമായും അത് സ്വർഗീയ സന്തോഷത്തിൻ്റെ ആരംഭമായിട്ട് കാണുവാൻ സാധിക്കും. അത് നമ്മെ സമാധാനത്തോടെ ഉറങ്ങുവാനുള്ള ബലം തരുന്നതാണ്. ഈ ലോകത്തിൽ ഉള്ള സകല അനുഗ്രഹങ്ങളും ഇല്ലാതായി പോയാലും ദൈവം എനിക്കുണ്ടെങ്കിൽ അത് മതിയെന്ന് ചിന്തിക്കുവാൻ ഒരു ഭക്തന് കഴിയുന്നുവെങ്കിൽ അവന് സ്ഥായിയായ നിലനിൽക്കുന്ന സമാധാനം പ്രാപിക്കുവാൻ, സന്തോഷത്തോടെ ഉറങ്ങുവാൻ, സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയുമെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ഇന്ന് ഈ ദിവസം ഈ വചനം കേൾക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് ആരാണെന്നുള്ള ചിന്ത ഉറപ്പിക്കണം. അവൻ നമ്മുടെ പിതാവാണ്, അവൻ നമ്മുടെ സംരക്ഷകനാണ്, അവൻ നമ്മുടെ സ്നേഹിതനാണ്, അവൻ നമ്മുടെ രക്ഷകനാണ്, അവൻ നമ്മുടെ ദൈവമാണ്. അവൻ എനിക്കുണ്ടെങ്കിൽ എനിക്കെല്ലാം ഉണ്ട് എന്നുള്ള ചിന്ത ഇന്ന് നാം പ്രാപിച്ചാൽ നമ്മുടെ ജീവിതം സമാധാനത്തിൻ്റെ ജീവിതമാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ ഷാജി അബ്രഹാം.